ഹലോ ഗായ്സ്, വെൽക്കം ടു കേതൻസ് വേൾഡ്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയാലോ? എന്താണെന്നല്ലേ, കേതന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു ടോയ് വാങ്ങിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഡ്രോൺ ആണ്. കുഞ്ഞുങ്ങളെ പോലെ തന്നെ വലിയവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലേ. അപ്പം അത് കാണുമ്പോൾ ഉള്ള കേതൻ്റെ ഒരു റിയാക്ഷനും അതേപോലെ കേതൻ്റെ ഒരു സന്തോഷമൊക്കെ ഒന്ന് നമുക്ക് വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേതൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞപ്പോഴാണ് ഐറ്റം എത്തിയത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഐറ്റം നേരത്തെ എത്തും, അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നായിരുന്നു. കേതൻ തന്നെ ഇതാ പോയി ഐറ്റം വാങ്ങിച്ചു. ഇവിടെ എന്ത് ഐറ്റം ഓർഡർ ചെയ്താലും കേതൻ തന്നെയാണ് കേട്ടോ പോയി വാങ്ങുന്നത്. അങ്ങനെ കേതൻ പോയി ഇതാ ഫ്രഷ് ആയിട്ട് വന്നു, ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വന്നു. ബോക്സ് പൊട്ടിച്ചപ്പോഴാണ് കേതൻ അറിഞ്ഞത് അത് ഡ്രോൺ ആണെന്ന്. അങ്ങനെ ഇതാ ഡ്രോൺ എടുത്ത് കേതൻ്റെ കൈ കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേതൻ ഇതാ റിമോട്ടൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. എന്നോട് കേതൻ പറഞ്ഞു തരുവാണ് കേട്ടോ, എങ്ങനെയാണ് ഈ റിമോട്ട് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. കേതിൻ്റെ സ്കൂളിലെ സ്പോർട്സ് ഡേക്കാണ് കേതൻ ഈ ഒരു ഡ്രോൺ കാണുന്നത്. അവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ കേതൻ അന്ന് ചെന്നൊരു പൂച്ചക്കുട്ടിയെ നമ്മൾ തൊടുന്ന പോലെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ അതൊക്കെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു കേതൻ ഇത് വേണമെന്ന് പറയുമെന്ന്. കേതൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, തുള്ളിച്ചാടുന്ന കണ്ടില്ലേ. കേതൻ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അങ്ങനെ തന്നെ നമ്മൾ ഡ്രോൺ എല്ലാം ഓപ്പൺ ചെയ്തു. ഡ്രോൺ ഇങ്ങനെ പറപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ. ഡ്രോൺ കൊണ്ടുവച്ചു, പക്ഷേ എന്താണെന്നറിയില്ല, കേതൻ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ പറക്കുന്നില്ല, എന്താണിത് പറക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്, ഡ്രോണിന് ചാർജ് ഇല്ല. അതുകൊണ്ടാണ് ആ റെഡ് ലൈറ്റ് കത്തുന്നത്. അപ്പം അതിന് ചാർജ് ഇല്ല. അതുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് പറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്യാനിട്ടു. ചാർജ് ചെയ്യാനിട്ടതിന് ശേഷം ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻസ് എന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മളിത് വെളിയിൽ കൊണ്ടുപോയി പറപ്പിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ സ്പേസിൽ പറപ്പിക്കുകയാണെങ്കിൽ അത്രയും ഹൈറ്റിൽ പോകും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ തന്നെ ഞങ്ങൾ വെളിയിൽ കൊണ്ടുപോയി ഡ്രോൺ പറപ്പിക്കാൻ തുടങ്ങി. നല്ല അടിപൊളിയായിട്ട് ഹൈറ്റിലൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.